വടക്കൻ ഗസയിലെ അവസാനത്തെ ആശുപത്രി ഇസ്രായേൽ കത്തിക്കുന്നു. ഇവിടെ ഉണ്ടായിരുന്ന രോഗികളടക്കം 350 പേരെ ഇസ്രായേൽ കസ്റ്റഡിയിലെടുത്തു. ഇവരെ എവിടേക്കാണ് കടത്തിയതെന്ന് അറിയില്ല. ആശുപത്രിയിൽ നിന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്യുകയായിരുന്ന അൽ ജസീറ ലേഖകനെയും ഇസ്രായേൽ കസ്റ്റഡിയിലെടുത്തു. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് BK സുഹേൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട്. സുഹേൽ, അതീവ ഗുരുതരാവസ്ഥയിലുള്ള 75 രോഗികളടക്കം ഇസ്രായേൽ എങ്ങോട്ട് ഇവരെ കൊണ്ടുപോയി എന്നതിൽ യാതൊരു വിവരവുമില്ല. വടക്കൻ ഗസയിലെ ആശുപത്രി സംവിധാനങ്ങളൊക്കെ തന്നെ ആദ്യഘട്ടം മുതൽ ഇസ്രായേൽ ഇത്തരത്തിൽ കത്തിക്കുകയും ബോംബിട്ട് തകർക്കുകയും ചെയ്യുന്നു. അവസാന ആശുപത്രിക്ക് നേരെയും നരനായാട്ട് ക്രൂരത തുടരുന്നു. സ്നേഹ, വടക്കൻ ഗസയിലെ അവസാനത്തെ പ്രവർത്തിക്കുന്ന ആശുപത്രിയായിരുന്ന കമാൽ അദ്വാൻ ആശുപത്രിയാണ് ഇപ്പോൾ ഇസ്രായേൽ കത്തിച്ചിരിക്കുന്നത്. ഈ ആശുപത്രിയുടെ ഡയറക്ടർ ഡോക്ടർ അബു സഫിയ കഴിഞ്ഞ കുറേ ആഴ്ചകളായി ലോകത്തോട് അഭ്യർത്ഥന നടത്തുകയായിരുന്നു. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. അവസാനത്തെ ആശുപത്രി നിലയ്ക്കുകയാണ്. ഓക്സിജൻ മാസ്കിൽ മാത്രം ജീവിക്കുന്ന നിരവധി രോഗികൾ ഇവിടെയുണ്ട്. അതേപോലെ തന്നെ ഗുരുതരമായി ക്യാൻസർ രോഗികളുണ്ട്. അതടക്കമുള്ള ആളുകളെ രക്ഷിക്കണം, പിഞ്ചു കുഞ്ഞുങ്ങളുണ്ട് എന്ന് ലോകത്തോട് അഭ്യർത്ഥന നടത്തുകയായിരുന്നു. ലോകം അത് കേട്ടില്ല. അവസാനത്തെ ദിവസവും ഇന്ന് കടന്നുപോയിരിക്കുന്നു. ആ ആശുപത്രിയെ പൂർണ്ണമായും ഇസ്രായേൽ കത്തിച്ച് ചാമ്പലാക്കിയിരിക്കുകയാണ്. 75 രോഗികളടക്കം, ഗുരുതര രോഗികളടക്കം 350 പേരാണ് അവസാനമായി ഈ ആശുപത്രിയിൽ ഉണ്ടായിരുന്നത്. മെഡിക്കൽ സ്റ്റാഫായിരുന്നു ബാക്കിയുള്ള ആളുകൾ. അവരെ മുഴുവനും ഇന്ന് ചെയ്തത് ആർക്കെങ്കിലും പുറത്തേക്ക് ജീവൻ വേണമെങ്കിൽ പുറത്തു പോയിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. പക്ഷേ ആ ആരോഗ്യ പ്രവർത്തകരെല്ലാം തന്നെ ഈ ഗുരുതര രോഗികളുടെ കൂടെ നിന്നു. അങ്ങനെ അവസാനമായി ഈ ആളുകളെ മുഴുവൻ പുറത്തേക്ക് ഇറക്കുകയായിരുന്നു ഇസ്രായേൽ ചെയ്തത്. അതിനുശേഷമാണ് ആശുപത്രിയിൽ പൂർണ്ണമായും കത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ ഈ 350 പേരെയും ഇസ്രായേൽ എവിടേക്കോ കടത്തിക്കൊണ്ടുപോയിരിക്കുകയാണ്. എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് അറിയില്ല. അവിടെ നിന്നും കൃത്യമായ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നില്ല. എല്ലാം ഇൻ്റർനെറ്റ് സംവിധാനവും അതേപോലെ തന്നെ വാർത്താവിനിമയ സംവിധാനങ്ങളെയും ഇസ്രായേൽ തകർത്തിരിക്കുകയാണ്. അവിടെ നിന്ന് അവസാനമായി കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്ന അൽ ജസീറയുടെ മാധ്യമ പ്രവർത്തകൻ, അൽ ജസീറയുടെ പ്രധാനപ്പെട്ട ആകെ 8 പേരാണ് വടക്കൻ ഗസയിൽ ഉണ്ടായിരുന്നത്. അതിൽ റിപ്പോർട്ടർമാരായി ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ളൊരു മാധ്യമപ്രവർത്തകനായിരുന്നു മുഹമ്മദ് ഷെരീഫ്. അൽ ജസീറയുടെ മാധ്യമപ്രവർത്തകനായ മുഹമ്മദ് ഷെരീഫിനെയും ഇപ്പോൾ ഇസ്രായേൽ കടത്തിക്കൊണ്ടുപോയി എന്നുള്ള റിപ്പോർട്ടാണ് അൽ ജസീറ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇവർക്ക് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് ഒരു കാര്യവും പുറത്തേക്കറിയില്ല. നമുക്കറിയാം, ഗസ സിറ്റിയിലെ അഷിഫ ആശുപത്രിയിലും സമാനമായ സാഹചര്യം ഉണ്ടായിരുന്നു. ഡോക്ടർമാരെയും അതേപോലെ തന്നെ നഴ്സുമാരെയും രോഗികളെയും കടത്തിക്കൊണ്ടുപോയി അവർക്ക് ക്രൂരമായ പീഡനമായിരുന്നു ഉണ്ടായത്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവരെ പിന്നീട് ഗസയിൽ പുറന്തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അവരുടെ ശരീരം മുഴുവനും വലിയ മർദ്ദനമേറ്റതിൻ്റെ പാടുകളുമായി എല്ലും കോലുമായിട്ടായിരുന്നു അവർ പിന്നീട് ഈ പുറത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ ഏതായിരുന്നാലും വടക്കൻ ജനറൽ പ്ലാൻ എന്ന് ഇസ്രായേൽ പേരിട്ട് വിളിക്കുന്ന ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് കൃത്യമായും ലോകത്തിന് മനസ്സിലാവുകയാണ്. വടക്കൻ ഗസ പൂർണ്ണമായും ഒഴിപ്പിക്കുക എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ഒരു പദ്ധതി. ഒരുപക്ഷെ ഡൊണാൾഡ് ട്രംപ് ജനുവരി 20 അധികാരത്തിൽ ഏൽക്കുമ്പോൾ ഈ യുദ്ധം അവസാനിപ്പിക്കേണ്ടി വരും. അതിനു മുമ്പ് വടക്കൻ ഗസയെ പൂർണ്ണമായും തങ്ങളുടെ അധീനതയിലാക്കുക, അവിടേക്ക് ജൂത സെറ്റിൽമെൻറ്റ് വരെ തുടങ്ങാനുള്ള പദ്ധതി തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ബൈത്ത് ലാഹിയ, ബൈത്ത് ഹാനൂൻ, ജബാലിയ അടക്കമുള്ള 3 പ്രധാനപ്പെട്ട നഗരങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അവിടെ ഇപ്പോൾ ബൈത്ത് ലാഹിയയിൽ പൂർണ്ണമായും കൂട്ടക്കശാപ്പ് നടക്കുന്നു. ഇവിടെ ഉണ്ടായിരുന്നത് ഏകദേശം ഒരു 70,000-ഓളം ആളുകളാണ് ഈ മേഖലയിൽ കഴിഞ്ഞ മാസങ്ങൾ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ഒക്ടോബറിൽ തുടങ്ങിയതാണ് ഈ അധിനിവേശം. അവിടെ നിന്ന് എല്ലാ ആളുകളെയും പൂർണ്ണമായും ഒഴിപ്പിക്കാനുള്ള ശ്രമങ്ങളായിരുന്നു ഇസ്രായേൽ നടത്തിയത്. അങ്ങനെ ഓരോ ദിവസവും കൂട്ടക്കൊലകൾ നടത്തി ഇവിടെ ജീവിക്കാൻ കഴിയില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങളാക്കി. അവിടെ ഒരൊറ്റ ഭക്ഷണ ട്രക്ക് പോലും കടത്തിവിടാത്ത സാഹചര്യമുണ്ടായി. വെള്ളവും ഭക്ഷണവും വൈദ്യുതിയും പൂർണ്ണമായും തടഞ്ഞ് വടക്കൻ ഗസ ഇനി നിങ്ങൾക്ക് ജീവിക്കാൻ സാധ്യമല്ല എന്ന നിലയിൽ ആക്കുകയായിരുന്നു ഇസ്രായേൽ. അങ്ങനെ കഴിഞ്ഞ 2.5 മാസത്തോളമായി നടത്തിയ ഈ കൊടും ഭീകരതയുടെ ബാക്കിപത്രമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അവിടെ കൂട്ടമായി കൊല ചെയ്യുമ്പോൾ അവസാനമായി പോകാനുണ്ടായിരുന്ന ഒരു ആശുപത്രിയായിരുന്നു കമാൽ അദ്വാൻ ആശുപത്രി എന്ന് പറയുന്നത്. ഈ ആശുപത്രി തകർക്കുന്നതോടുകൂടി ഇവിടെ ഇനി ജനവാസ യോഗ്യമല്ല എന്ന് ഇസ്രായേൽ പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ ഇനി ബാക്കിയുള്ള ആളുകളെ കൂടി അവിടുന്ന് അങ്ങോട്ട് തള്ളി വടക്കൻ ഗസയെയും തെക്കൻ ഗസയെയും വേർതിരിക്കുന്ന ഒരു ഇടനാഴി അവർ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ ഇടനാഴിക്കപ്പുറത്തേക്ക് മാത്രമാണ് ഇനി ഗസ എന്നറിയപ്പെടുക. ഈ തരത്തിലാണ് ഇസ്രായേലിൻ്റെ പ്ലാൻ പോകുന്നത്. പക്ഷേ ഇപ്പോഴും അതിനെതിരെയുള്ള ചെറുത്തുനിൽപ്പുകൾ വളരെ സജീവമാണ്. ജബാലിയയിൽ വീണ്ടും കസാം ബ്രിഗേഡിനെ, അതായത് ഹമാസിൻ്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇന്ന് വന്ന റിപ്പോർട്ടുകൾ. ഈ ആശുപത്രി കൂടി തകർക്കുന്നതിനെതിരെ അതിശക്തമായ ജനവികാരം ഗസക്കുള്ളിലും
അതേപോലെ തന്നെ പുറത്തും ഇപ്പോൾ പ്രകടമാകുന്നത് നമ്മൾ കാണുന്നു. ജോർദാൻ ഔദ്യോഗികമായി തന്നെ അതിനെതിരെ പ്രതികരിക്കുന്നു. ലോകരാജ്യങ്ങളിൽ നിന്ന് പല രാജ്യങ്ങളും ഇതിനെതിരെ പ്രതികരിക്കുന്നുണ്ട്. പക്ഷേ ഇസ്രായേലിൻ്റെ കൈക്ക് പിടിക്കാൻ സാധ്യമായ ശക്തിയില്ല എന്നുള്ളതാണ് ഈ സംഭവത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്നേഹ, അതോടൊപ്പം തന്നെ സുഹൈൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടെ കമാൽ അദ്വാൻ ആശുപത്രിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിരുന്ന അൽ ജസീറയുടെ ലേഖകനെയും ഇസ്രായേൽ കസ്റ്റഡിയിലെടുത്തു. അതോടൊപ്പം ഇന്ന് ഇതുവരെയുള്ള കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഈ യുദ്ധം തുടങ്ങിയത് മുതൽ 200-ലധികം മാധ്യമപ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത്. അത്തരത്തിൽ വരുന്ന മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? സ്നേഹ, ആധുനിക മനുഷ്യന്റെ ചരിത്രത്തിൽ തന്നെ ഒരു യുദ്ധത്തിൽ ഇത്രയേറെ മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെടുന്ന സാഹചര്യം മുമ്പുണ്ടായിട്ടില്ല. ഒന്നാം ലോക യുദ്ധത്തിലും രണ്ടാം ലോക യുദ്ധത്തിലും കൊല്ലപ്പെട്ടതിനേക്കാൾ മാധ്യമപ്രവർത്തകർ ഒരൊറ്റ ഈ ഗസ മുനമ്പിൽ മാത്രം കൊല്ലപ്പെടുന്ന സാഹചര്യമാണുള്ളത്. 200-ലധികം ആളുകളാണ് ഒക്ടോബർ 6-ന് ശേഷം കൊല്ലപ്പെടുന്നത്. അതിൽ തന്നെ പ്രധാനപ്പെട്ട അൽ ജസീറയുടെ അടക്കമുള്ള മാധ്യമപ്രവർത്തകരും കൊല്ലപ്പെടുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വടക്കൻ ഗസയിൽ ആകെ അവശേഷിച്ചിരുന്നത് 6 മാധ്യമപ്രവർത്തകരായിരുന്നു. അവർക്ക് ഓരോരുത്തർക്കും നിരന്തരമായ ഭീഷണിയാണ് ഇസ്രായേൽ മുഴക്കിയിരുന്നത്. നിങ്ങൾ ഇന്ന് പണി അവസാനിപ്പിച്ചിട്ടില്ല എങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾക്ക് വീട്ടിലേക്ക് മടങ്ങാൻ സാധിക്കില്ല, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകില്ല എന്ന തരത്തിലുള്ള ഭീഷണിയാണ് ഇസ്രായേൽ മുഴക്കിയിരുന്നത്. പക്ഷേ ആ ഭീഷണികൾ മുഴുവനും അവഗണിച്ചുകൊണ്ടാണ് ഈ മാധ്യമപ്രവർത്തകർ വടക്കൻ ഗസയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ അടക്കം ഇപ്പോൾ കൊല ചെയ്യുകയാണ് ഇസ്രായേൽ. 200-ലധികം ആളുകളെ ഇപ്പോൾ തന്നെ ഇസ്രായേൽ കൊല ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെ നിരന്തരമായിട്ടുള്ള ഭീഷണി, അതേപോലെ തന്നെ കൊലപാതകങ്ങൾ, ഇങ്ങനെ സത്യം എന്താണ് എന്ന് ഗസയിൽ നിന്ന് പുറത്തു വരാൻ കഴിയാത്ത വിധമുള്ള കൊടും ക്രൂരതകളാണ് ഇസ്രായേൽ ഇപ്പോൾ കഴിഞ്ഞ മാസങ്ങളിലെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇസ്രായേലും യമനിലേക്കുള്ള ആക്രമണവും സജീവമാണ്. കഴിഞ്ഞ ദിവസമാണ് സന വിമാനത്താവളത്തിൽ ഇസ്രായേൽ ബോംബിട്ടത്. അവിടെ WHO മേധാവി ടെഡ്രോസ് അദനോം തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത്. WHO വിവിധ ആളുകൾ, ലോകാരോഗ്യ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ തന്നെ ഇതിൻ്റെ ഭാഗമായി പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. ഇന്ന് യമനിൽ നിന്നും ഹൂത്തികൾ ഒരു മിസൈൽ ടെൽ-അവീവിലേക്ക് പതിപ്പിക്കുകയും ചെയ്തു. നിരവധി ആളുകൾക്ക് പരിക്കേറ്റു എന്നുള്ളതാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ. ശരി സുഹൈൽ, വടക്കൻ ഗസയിൽ ഇസ്രായേൽ നരനായാട്ട് തുടരുകയാണ്. അവസാനത്തെ ആശുപത്രിയും ഇസ്രായേൽ കത്തിക്കുകയാണ്. ഇവിടെ ഉണ്ടായിരുന്ന ഗുരുതരാവസ്ഥയിലുള്ള രോഗികളടക്കം 350 പേരെ ഇസ്രായേൽ കസ്റ്റഡിയിലെടുത്തു. ഇവരെ എങ്ങോട്ട് കടത്തി എന്നതടക്കമുള്ള വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. PK സുഹൈൽ വിവരങ്ങൾ പങ്കുവച്ചത്.